PSC ചെയർമാൻ്റെ പേര് പറഞ്ഞാൽ മറുപടി പറയാൻ എളുപ്പമാണ്. എനിക്ക് അറിയാല്ല, നിങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ആലപ്പുഴ MP അല്ലേ അല്ലേ? ശ്രീ വേണുഗോപാൽ, കോൺഗ്രസിന്റെ ദേശീയ നേതാവ്. എനിക്കിപ്പം അത്തരം കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറയുന്നില്ല. നമ്മള് പ്രാദേശികമായ രീതിയിൽ പ്രോപ്പറായ ഒരു കൺസൾട്ടേഷൻ നടക്കുന്നില്ല എന്നൊരു കുറ്റപ്പെടുത്തലാണ് ഉണ്ടായത്. എന്താണ് ഇതിനോടുള്ള? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മള് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക, തെറ്റായ പ്രവണതകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക, പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കുക. അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ജനം അതാണ് ആഗ്രഹിക്കുന്നത്. ഇത് മൂന്ന് പിന്നെ പല കാര്യങ്ങളും പല വിസിറ്റിലും പല കാര്യങ്ങളും ശ്രദ്ധയിൽ വരാറുണ്ട്, പല വിഷയങ്ങളും. അത് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, ശ്രദ്ധപ്പെടുത്താറുണ്ട്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട പൂർണ്ണ ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ പിന്നെ എത്ര ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ഇതിന്റെ നിർമ്മാണം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരാണ് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത്, നടത്തുന്നത്. അതിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും അവർ, അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തല്ലേ. അല്ല, നിങ്ങളിപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇതിന് നമ്മൾ വേറെ നിലയിൽ ഡൈവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാര പരിധിക്ക് നിന്നുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ മലയാളത്തിൽ പറഞ്ഞു. പിന്നെ പൊതുവെ അല്ല, ഇത് നോക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിന്റെ നിർമ്മാണം നോക്കേണ്ട ആരാ? നിർമ്മാണം ആരാ നോക്കുക? അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പൊ അതിന്റെ എന്നാ പിന്നെ ഇപ്പോൾ ഇതിന്റെ മുകളിൽ നടപടി പൊതുമരാമത്ത് വകുപ്പിന് ഇത് എടുത്താൽ പോരായിരുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നടപടിയെടുത്താൽ പോലും. 2 തരം NH ഉണ്ട്. PWD കീഴിലുള്ള NH ഉണ്ട്. അതാണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത്. PWD കീഴിലുള്ള NH പോരായ്മയാണെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് ആക്ഷൻ എടുക്കാം. അല്ല, ഇത് ഞാൻ പറയുന്നത് ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് ഇതിന്റെ പരിപൂർണമായ നിർമ്മാണത്തിന്റെ ചുമതല, ഉത്തരവാദിത്വം. അതിൽ മറ്റൊരു കക്ഷിക്ക് റോളില്ല. ഒരു കക്ഷിക്ക് റോളില്ല. റെയിൽ നിർമ്മിക്കാരാ? റെയിൽ നിർമ്മാണത്തിന് ഉത്തരവാദിത്വം. ഇത് രണ്ടാണെങ്കിൽ ഞാൻ പറയാം, റെയിൽ നിർമ്മാണത്തിന് ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ആളുകൾക്കാണ്. ഇതിന്റെ ഭൂമി ഏറ്റെടുക്കലിന് ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. മറ്റു കാര്യങ്ങളുടെ സഹായത്തിന് ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. ഫണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിനു വേണ്ടി ഒരു നല്ല തുക ചെലവഴിച്ചു. എന്നാൽ അതുമല്ല, ഇതിന്റെ മറ്റ് അലൈൻമെന്റ് മുതൽ നിർമ്മാണം മുതൽ എല്ലാ കാര്യവും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. നിങ്ങളിപ്പോ പറഞ്ഞു തന്നെ പിന്നെയും ചോദിച്ചിട്ട് കാര്യമില്ല. അതിനെ ഞാൻ രണ്ടോടെ അവലോകന യോഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷയങ്ങൾ. കേരളത്തിൽ എത്ര അണ്ടർപാസ് വന്നു, എത്ര മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രശ്നം, വൈദ്യുതി പോസ്റ്റ് മാറ്റുന്ന പ്രശ്നം, എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിച്ചു. അത് നിങ്ങൾ NHAയോട് ചോദിച്ചാൽ പറഞ്ഞുതരൂ കൃത്യമായിട്ട്. വേഗത കൂട്ടണോ കുറക്കണമെന്നൊന്നും തീരുമാനിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് അല്ല. ഒരു ടൈം ഉണ്ട്, അതിന് ഒരു ടൈം ലിമിറ്റ്. ഇത്ര മാസം ഇത്ര % തീരണം. അത് NHAI ആണ് തീരുമാനിച്ചത്. ആ തീരുമാനിച്ച ടൈമിന് തീർന്നാൽ മതി. ഞാൻ പ്രഖ്യാപിച്ചല്ലോ. ഇന്നത്തെ യോഗത്തിനകത്ത് ഇതിനു മുമ്പും തീരുമാനിച്ചാണല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു ഷെഡ്യൂൾ തീരുമാനിക്കുന്നു. ആ ഷെഡ്യൂൾ പ്രകാരം ഒരു പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്ന് പറഞ്ഞാൽ ആ യോഗത്തിലെ അഭിപ്രായം പുറത്തു പറയാനുള്ള അവകാശം എനിക്കില്ലേ? ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. ഇത്രയേ ഉള്ളൂ. അത് പറഞ്ഞ് അല്ല, അതാണ് ഇപ്പോൾ ഇന്ന് ചർച്ച ചെയ്തത്. തകർച്ച ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കേരളത്തിലെ
ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തു ഇടപെടും. അതിനനുസരിച്ച് ഇടപെടൽ നടത്താം എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പറഞ്ഞത്. അല്ല, അങ്ങനെ കുറേ കാര്യം എടുത്തിട്ടുണ്ട്, കുറേ കാര്യം അവർ തന്നെ പ്ലാൻ ചെയ്ത കാര്യങ്ങളുണ്ട്. അല്ല, നിലവിൽ അറിയില്ല, നോക്കിയിട്ട് പറയാം അത് ബാക്കി. ആദ്യം ഇതാണ് പൂർത്തീകരിച്ച് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ബൈക്ക് അത് നമുക്ക് നോക്കാം, നോക്കിയിട്ട് പറയാം. അത് എല്ലായിടത്തും ഒരേപോലെ ആയിക്കൊള്ളുന്നില്ല, നമുക്ക് നോക്കിയിട്ടത്. അത് ഫുള്ള് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അതൊന്ന് നോക്കാം, അതൊക്കെ പൂർണ്ണമായിട്ടൊന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. കഴിഞ്ഞോ? രാഷ്ട്രീയം വരെ ഉണ്ടാവില്ലേ? അത് ആന്നില്ല, അങ്ങനെയൊന്നും വിമർശനം, ഒരു വിമർശനമില്ല. ഇത് വിമർശനം ഉണ്ടെന്നോ ഇല്ലയെന്നോ തീരുമാനിക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ പറയുന്നവരല്ലല്ലോ, നാട്ടിലെ ജനങ്ങളല്ലേ. വിഷയത്തിൽ ഇടപെടുക, പരിഹരിക്കുക എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടു. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഉറങ്ങിക്കിടക്കല്ലേ, ഇത് ഇടപെട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇടപെട്ടു. ഈ പദ്ധതി തന്നെ ഉണ്ടാവില്ലായിരുന്നു, അതിലിടപെട്ടതും 2016 ശേഷം വന്ന സംസ്ഥാന സർക്കാരാണ്. എല്ലാ കാര്യവും നമ്മൾ കൃത്യമായി ഇതിൽ ഇടപെട്ടിട്ടുണ്ട്.